കോട്ടയത്ത് KSU സമരത്തിൽ അവരെ സമരക്കാരെ അറസ്റ്റ് ചെയ്ത് പോലീസ് നീക്കുന്ന ദൃശ്യങ്ങൾ കാണുകയാണ്. അവിടെ ബാരിക്കേഡുകൾ മറികടക്കാനടക്കം അവിടെ KSU പ്രവർത്തകർ ശ്രമിച്ചിരുന്നു. ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത സ്ഥലത്ത് നിന്ന് മാറ്റുകയാണ്. ടോബി ജോൺസൺ ചെയ്യുന്നു. ടോബി, ബാരിക്കേഡ് മറികടക്കൽ അടക്കമുള്ള ചെറിയ സംഘർഷാവസ്ഥയിലെ കാര്യങ്ങൾ പോയിരുന്നു അല്ലേ? തീർച്ചയായിട്ടും ഇതിനോടകം തന്നെ 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. എന്നിട്ടും പിരിഞ്ഞു പോകാത്ത ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കൂടുതൽ ഫോഴ്സ് ഉപയോഗിച്ച് പ്രവർത്തകരെ മാറ്റാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. എന്തായാലും പ്രവർത്തകർ ഇപ്പോൾ അവിടുന്ന് മാറില്ല എന്നുള്ളൊരു കടുത്ത നിലപാടിൽ തന്നെ നിൽക്കുകയാണ്. ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ്. കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ബസ്സിലേക്ക് കയറ്റുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 20 മിനിറ്റ് മുമ്പാണ് ഈ KSUവിൻ്റെ വലിയൊരു പ്രതിഷേധ മാർച്ച് വിദ്യാർത്ഥിനികളടക്കമുള്ളവർ, സ്ത്രീകളടക്കമുള്ള വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് KSU ഒരു മാർച്ച് ഈ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലേക്ക് നടത്തിയത്. ആ മാർച്ച് വന്നപ്പോൾ തന്നെ കോളേജിൻ്റെ മുൻവശത്ത് വെച്ച് മാർച്ച് പോലീസ് തടഞ്ഞു, ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. അപ്പോൾ തന്നെ പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. അങ്ങനെയാണ് ജലപീരങ്കി പ്രയോഗിക്കേണ്ടി വന്നത്. തുടർന്ന് പിരിഞ്ഞു പോകണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടുവെങ്കിലും പ്രവർത്തകർ പോയില്ല. ഇപ്പോൾ പോലീസ് ആ പ്രവർത്തകരെ എല്ലാം തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു സംഘർഷ സമാനമായ സാഹചര്യം തന്നെയാണ് കോളേജിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം വലിയ ഒരു ജനരോഷം അല്ലെങ്കിൽ പല വിദ്യാർത്ഥി സംഘടനകളിൽ നിന്നെല്ലാം തന്നെ വലിയൊരു പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഇന്നത്തെ ഈ മാർച്ച്. ഈ വിദ്യാർത്ഥികളെ പുറത്താക്കിയാൽ മാത്രം പോരാ, അവർക്കെതിരെ അവരെ സസ്പെൻഡ് ചെയ്താൽ മാത്രം പോരാ, പൂർണ്ണമായും കോളേജിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്നൊരു ആവശ്യമാണ് KSU ഉന്നയിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മാർച്ച് നടത്തിയത്. എന്തായാലും മാർച്ച് സംഘർഷത്തിലേക്ക് കലാശിച്ചു. അതിനുശേഷം ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹാഷിം, വലിയ പ്രതിഷേധമാണ് അവിടെ കോട്ടയം നഴ്സിംഗ് കോളേജിൻ്റെ മുന്നിൽ. പ്രതിഷേധം ഉണ്ടാവാതിരിക്കാൻ തരമില്ല. കാര്യം അത്രത്തോളം കിരാതമായ പീഡനത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കേരളം കണ്ടു ഞെട്ടിയത്. തുടർന്നാണ് വിദ്യാർത്ഥി സംഘടന പ്രതിഷേധം. വാർത്ത വന്ന് 2 ദിവസമായെങ്കിലും വിദ്യാർത്ഥി സംഘടന അങ്ങനെ സമരത്തിലേക്കൊന്നും പോയിരുന്നില്ല. ദൃശ്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും സമരങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു. KSUവിൻ്റെയും ABPയുടെയും സമരമാണ് ഇന്ന് കണ്ടത്. KSU പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു. പലയാവർത്തി ജലപീരങ്കി പ്രയോഗമുണ്ടായി. ജലപീരങ്കി പ്രയോഗത്തിലും പിരിഞ്ഞു പോകാത്ത KSUവിൻ്റെ പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ബാരിക്കേഡ് മറിച്ചിടാൻ അടക്കമുള്ള നീക്കങ്ങൾ നടക്കുകയും ചെയ്തു. ടോബി ജോൺസൺ ചെയ്യുന്നു. ടോബി, അത് വലിയ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കം ചില പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. ഈ രാഹുൽ രാജിൻ്റെ രാഷ്ട്രീയം പറഞ്ഞാണ് പ്രതികരണം. KSUവിൻ്റെ പ്രതിഷേധം അങ്ങനെ മറ്റൊരു മാനത്തിലേക്ക്, മറ്റൊരു തരത്തിലേക്ക് കൂടി കോട്ടയത്തെ റാഗിംഗ് പീഡനം ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ ടോബി? തീർച്ചയായിട്ടും ഇതിലൊരു രാഷ്ട്രീയം കൂടി കടന്നു വരുന്നുണ്ട് എന്ന് പറയാതെ നമുക്ക് വയ്യ. കാരണം എന്തെന്ന് വെച്ചാൽ ഈ രാഹുലിൻ്റെ രാഷ്ട്രീയ ബന്ധം തന്നെയാണ്. അതായത് അദ്ദേഹത്തിന് ഇടത് സംഘടനകളുമായിട്ടുള്ള ബന്ധം. ഈ KGSNA എന്ന് പറയുന്ന ഈ നേഴ്സിംഗ് സംഘടനയുടെ തലപ്പത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു. ജനറൽ സെക്രട്ടറി ആയിട്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് ഔദ്യോഗികമായി തന്നെ കാണുന്നത്. കഴിഞ്ഞ ദിവസം ഈ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തു, പുറത്താക്കി എന്നൊക്കെ പറയുമ്പോൾ പോലും ഇത്തരത്തിലുള്ള ഈ സംഘടനയുടെ ഭാഗമായിരുന്നതിനെ തന്നെയാണ് KSU അടക്കമുള്ള മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ ഉയർത്തിക്കാട്ടുന്നത്. പ്രതിപക്ഷ നേതാവും സമാനമായ രീതിയിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് മുന്നോട്ട് വെച്ചത്. അതായത് ഇത്തരത്തിലുള്ള സംഘടനയുടെ ചുമതലയിലുള്ളവർ ഇങ്ങനെ ഈ ഒരു അതിക്രമത്തിൻ്റെ ഭാഗമായി മാറുന്നത് തന്നെ കേരളത്തെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണെന്നുള്ള രീതിയിലാണ് കോൺഗ്രസും KSUവും ABVP അടക്കമുള്ള സംഘടനകൾ എല്ലാവരും തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഒപ്പം തന്നെ ഈ മാനേജ്മെൻറ്റ് അധികൃതർക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. ഈ സംഭവം നടന്നിട്ട് ആരും അറിഞ്ഞിട്ടില്ല എന്നാണ് അവരിപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്കെതിരെയൊന്നും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതെല്ലാം കൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്നത്. വരും ദിവസങ്ങളിൽ സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കോളേജിന് മുമ്പിൽ നടക്കുമെന്നുള്ളൊരു വിവരം തന്നെയാണ് ലഭിക്കുന്നത്. വിദ്യാർത്ഥി സംഘടനകൾ ഇതിനോടകം തന്നെ ഈ വിഷയം വലിയ രീതിയിൽ ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്നലെ ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് ഇതിൻ്റെ ഒരു മാനം മാറിയതെന്ന് വേണമെങ്കിൽ പറയാം. എത്രത്തോളം ബ്രൂട്ടലാണ്, എത്രത്തോളം ക്രൂരമാണ് ഈ സംഭവം എന്നുള്ളത് പൊതുസമൂഹം അറിഞ്ഞത് ഇന്നലെ ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് ഈ വിദ്യാർത്ഥി സംഘടനകൾ കടന്നിരിക്കുന്നത്. ഹാഷ്മി, KSUവിൻ്റെ പ്രതിഷേധമായിരുന്നു പ്രേക്ഷകർ കണ്ടത്. KSU പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അവിടെ ബാരിക്കേഡ് മറിച്ചിടാനുള്ള നീക്കമൊക്കെ നടന്നു. ജലപീരങ്കി പ്രയോഗം പര്യാവർത്തി ഉണ്ടായി. അപ്പോഴും പിരിഞ്ഞു പോകാത്ത പ്രവർത്തകരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് അവിടെ നീക്കുന്നത്. വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായി KSUവിൻ്റെ നേതൃത്വത്തിൽ. ആ പ്രതിഷേധം ഉണ്ടാവുക തന്നെ വേണം. അതിന് കാരണം കേരളം ഒരുപക്ഷെ ഇന്നേവരെ കാണാത്ത രീതിയിലുള്ള വലിയ പീഡനങ്ങളുടെ ഇപ്പോൾ പൂക്കോട്ടെ സിദ്ധാർത്ഥൻ്റെ കാര്യത്തിലൊക്കെ വലിയ പീഡനം ഉണ്ടായി എന്ന് പറയുമ്പോഴും ആ ദൃശ്യങ്ങൾ സാക്ഷ്യങ്ങളായി വന്നിരുന്നില്ല.
അവിടെ കുട്ടികളുടെ ദൃക്സാക്ഷി മൊഴികളും കുട്ടികളുടെ അനുഭവങ്ങളൊക്കെ നമുക്കറിയാമായിരുന്നത്. ഇതിപ്പോൾ അങ്ങനെയല്ല. ഇതിപ്പോൾ ആ ചെയ്ത പീഡനം അങ്ങനെ ഈ പ്രതികൾ തന്നെ അത് തന്നെ പകർത്തി അത് കേരളം കണ്ട ഞെട്ടൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഈ പ്രതിഷേധം ഉണ്ടായില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വിദ്യാർത്ഥി സംഘടനകൾ എന്ന ചോദ്യം കേരളം ചോദിക്കില്ലേ?